ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ചിലർ കൂടെ കൂടി അവരുടെ ജീവിതവും കൂടെ തുലച്ചു, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യക്കേട് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ശരിക്കും ഒരാൾ കൂടെ കൂടി അല്ലെ, എന്ത് ഭാഗ്യദോഷമാണെങ്കിലും നമ്മളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാഗ്യദോഷം ഇല്ലെങ്കിൽ ആ ഭാഗ്യദോഷം നമ്മളെ ബാധിക്കുമെന്നല്ല, അവരുടെ ഭാഗ്യവും അവരുടെ ഭാഗ്യദോഷവും ഒരിക്കലും നമ്മളെ ബാധിക്കത്തില്ല എന്ന് തന്നെയാണ് കറക്റ്റായിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഇതുവരെ ചെയ്യുന്നതിൻ്റെയൊക്കെ കർമ്മഫലങ്ങൾ നമ്മുടെ മനസ്സിനകത്തിട്ട് ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിനകത്ത് നല്ലത് വരുമോ ചീത്ത വരുമോ എന്ന് എപ്പോഴും റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിനകത്ത്. അപ്പം നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിപ്പോൾ അവരുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ നമുക്ക് നേരത്തെ നമ്മൾ എന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ട് അതിങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തും നമ്മുടെ മനസ്സിനകത്തും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തി എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് നശിച്ച കാലവും നല്ല കാലവും വരുന്നത്. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വന്നു കയറുന്നത്. നാളെ ഇപ്പം നമ്മൾ വിചാരിക്കും അതേമേ നാളെ നല്ലത് ഒക്കെ വരണേന്ന് പറഞ്ഞ് ചിലപ്പോൾ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ നല്ലത് വരും. നമ്മൾ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു പല്ലി വീണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ പൂച്ച എടുത്ത് ആടിയാലോ നമ്മളന്നേരം വിചാരിക്കും, മനസ്സന്നേരം പോയി നമുക്ക് ഇനി ചീത്ത കാര്യം വരാൻ പോകുന്നത് ഓൾറെഡി മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ചീത്ത കാര്യം വരത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ എന്ത് കാര്യം വന്നാലും നമ്മൾ നല്ല കാര്യം വരുമെന്ന് മാത്രം ചിന്തിക്കുക.